നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം ഈ സർപ്പദോഷം, രാഹുർ ദോഷം. രാഹുർ ദോഷം കൊണ്ട് വിവാഹം നടക്കാതിരിക്കുന്നവർ, രാഹുർ ദോഷം കൊണ്ട് ഒരുപാട് മറ്റ് ജീവിത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കൊക്കെ അത്യാവശ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന, അതേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വഴിപാടുകളുണ്ടോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പെട്ടെന്നൊരു ജ്യോതിഷ കാണാതെയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഈ രാഹുർ ദോഷം അല്ലെങ്കിൽ രാഹുർ ദോഷം കൊണ്ട് വരുന്ന ഈ വിവാഹ തടസ്സങ്ങൾ, സർപ്പദോഷം കൊണ്ടുവരുന്ന വിവാഹ തടസ്സങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് പരിഹാരങ്ങളുണ്ട്. എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ശക്തിയുള്ള ഒരു, ചെയ്താൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുന്ന ഒരു പരിഹാര കർമ്മത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം ഈ പ്രേതങ്ങളെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. അങ്ങനെ പ്രേതങ്ങൾ പിടിക്കുന്ന ആൾക്കാരെ അത് ഒഴിപ്പിക്കാനായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വർഷങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഈ ചാനലിൽ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഈ രാഹുർ ദോഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല സമയങ്ങളിൽ ഒന്നാണ് രാഹുർ ദോഷം എന്ന് പറയുന്നത്. അല്ല, വേറെ ഒരുപാട് സമയങ്ങൾ നമുക്ക് ദോഷമായിട്ട് വരാറുണ്ട്. ശനി ദോഷം, ആദിത്യൻ, കേതു എന്നൊക്കെ പറയുന്നത് ദോഷകാരി തന്നെയാണ്. അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാളും ഒരു പടി മുന്നേ നിൽക്കുന്നതാണ് ഈ രാഹുർ ദോഷം എന്ന് പറയുന്നത്. രാഹുർ അത്ര നല്ലതല്ല. പക്ഷെ ഈ രാഹുർ ദോഷം ഏറ്റവും കൂടുതൽ ഇത് ശക്തമാകുന്നത് സർപ്പദോഷം, നാഗശാപം ഉള്ള ജാതകക്കാർക്കാണെങ്കിൽ ഈ ദശ കുറച്ചുകൂടി അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഈ സർപ്പശാപം കൊണ്ടോ അല്ലെങ്കിൽ നാഗദോഷം കൊണ്ടോ ഒക്കെ വരുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങളാണ്. അത് വിവാഹം നടക്കില്ല, നടക്കാൻ പോലും സാധ്യതയില്ല. വിവാഹം നടന്നാലോ ഒരുപാട് താമസിക്കാം. അഥവാ അങ്ങനെ താമസിച്ച് നടന്നാലോ ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാം, കുട്ടികൾ ഉണ്ടാകാതിരിക്കാം, ദമ്പതിമാർ തമ്മിൽ മാനസിക ഐക്യമില്ലാതിരിക്കുക, എന്നും ഒരു അസ്വസ്ഥത ഉണ്ടാകുക. അങ്ങനെ ഈ ജീവിതം പിരിഞ്ഞു പോകാൻ, അത് ദാമ്പത്യ ജീവിതം പിരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയും, അഥവാ കുട്ടികൾ ജനിച്ചാൽ പോലും കുട്ടികൾക്ക് എന്തെങ്കിലും വലിയ രോഗങ്ങളോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടായി അവരെ കൊണ്ട് ഈ മാതാപിതാക്കൾക്ക് എന്നും വിഷമിക്കാനുള്ള സാഹചര്യം, ഇതൊക്കെയാണ് ദാമ്പത്യ ജീവിതത്തിലെ പരാജയങ്ങൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഡിപ്രഷൻ, പെട്ടെന്ന് മാനസികമായിട്ടുള്ള ഈ ഡിപ്രഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത, അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനും, സ്കിൻ പ്രോബ്ലങ്ങൾ, ഈ തൊലിപ്പുറത്ത് വരുന്ന പല വിധത്തിലുള്ള അസുഖങ്ങളും, ഇതുമൊക്കെ ഈ സർപ്പദോഷങ്ങളും ഉണ്ടാകാം. അപ്പം അങ്ങനെ ദോഷമുള്ളവരെ ഈ രാഹുർ ദശ കൂടി വന്നു കഴിഞ്ഞാൽ അവരുടെ ഈ അവസ്ഥ കുറച്ചുകൂടി ബുദ്ധിമുട്ടിലേക്ക് പോകും, കുറച്ചുകൂടി കൂടുമെന്നുള്ളതാണ്. അങ്ങനെ ഉള്ളവർക്ക്, അതായത് സർപ്പദോഷം വന്ന് രാഹുർ പിടിച്ചവർക്കും സർപ്പദോഷമില്ലെങ്കിലും രാഹുർ ദശ വന്നു പോയാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാം. എന്തൊക്കെയാണ് അതുവഴി വരുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, അതുവരെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന നന്മകൾ പെട്ടെന്ന് അത് നമ്മളെ വിട്ടുപോകുന്ന ഒരവസ്ഥ. ജോലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്യോഗമോ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ഒരുപാട് തൊഴിലിൽ വിരക്തി ഉണ്ടാകാം. തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് അവഗണനകൾ നേരിടാം. മേലുദ്യോഗസ്ഥരിൽ നിന്നോ അതുപോലെ കള്ളന്മാരിൽ നിന്നോ അതുപോലെ സർക്കാരിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പീഡനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അത് വളരെ വലുതാണ്. വിഷം തീണ്ടാനുള്ള സാധ്യത, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഈ രാഹുർ ദശയിലും ഉണ്ടാകാറുണ്ട്. അപ്പൊ രാഹുർ ദശ ഉള്ളവർക്കും ബുദ്ധിമുട്ടാണ്. രാഹുർ ദശയിൽ വരുമ്പോൾ അത് സർപ്പദോഷം ഉള്ളവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പരിഹാരങ്ങളുണ്ട്. ഇതൊക്കെ ശക്തമായി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പരിഹാരങ്ങളൊന്നും തീരില്ല. എന്നാലും നിങ്ങൾക്ക് ഇനി ഞാൻ പറയുന്ന പരിഹാരങ്ങൾ ചെയ്തു നോക്കിയാൽ ചിലപ്പോൾ ഒരു പരിധിക്കപ്പുറം തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത് വേറൊന്നുമില്ല, രാഹു നിൽക്കുന്ന സമയത്തിന്, അത് രാഹുർ സമയം, ആ സമയത്തിന് ക്ഷേത്രത്തിൽ പോയി നാഗർക്ക് വഴിപാടുകൾ നടത്തുക. വഴിപാടെന്ന് പറഞ്ഞാൽ നാരങ്ങ ദീപം കത്തിക്കുന്നത് ഏറ്റവും നല്ലതാണ്. 7 നാരങ്ങ ദീപം, നാരങ്ങ വിളക്ക് എന്ന് പറയും. അപ്പൊ നാരങ്ങ വിളക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഈ നാരങ്ങ വാങ്ങിച്ച് നമ്മൾ 2ആയി അതിനെ കീറിയെടുത്തതിന് ശേഷം അത് തിരിച്ച് നമ്മൾ അതിൻ്റെ ആ നാരങ്ങ വെള്ളമെല്ലാം കളഞ്ഞിട്ടും അതിങ്ങനെ വിളക്ക് പോലെ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ അതായത് 4 നാരങ്ങ വാങ്ങിക്കുമ്പോൾ 8 പീസ് കിട്ടും. ഒരു പീസ് ഉപേക്ഷിച്ചിട്ട് 7 എണ്ണം, 8 എണ്ണം വെക്കരുത്, 6 വെക്കരുത്, 7 എണ്ണം. അപ്പൊ ഈ 7 ഈ നാരങ്ങക്കകത്ത് നമ്മൾ എള്ളെണ്ണ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ ഒഴിക്കരുത്, എള്ളെണ്ണയോ നെയ്യോ ഒഴിച്ചിട്ട് ദീപം കത്തിച്ച് ഇത് 7ഉം കൂടെ ഒരു തട്ടത്തിനകത്ത് വെച്ചിട്ട്
നാഗരുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു വഴിപാടുണ്ട്. അത് ക്ഷേത്രത്തിൽ പോയി പോറ്റിയോട് പറയണം, പറഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പൊ രാഹു നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയും ഞായറാഴ്ചയുമാണ്. ഈ സമയത്തിന്, അതായത് തിങ്കളാഴ്ചയും ഞായറാഴ്ച രാഹു നിൽക്കുന്ന സമയത്തിനായിരിക്കും ക്ഷേത്ര നടകൾ തുറന്നിരിക്കുന്നത്. തിങ്കളാഴ്ച ദിവസം രാവിലെയാണ് 7:30 മണി മുതൽ 9 മണി വരെ രാഹുവിന്റെ സമയമാണ്. അപ്പൊ രാവിലെ ഈ സമയത്തിന് മിക്കവാറും ക്ഷേത്രങ്ങളെല്ലാം തുറന്നിരിക്കും. ആ സമയത്തിന് പോറ്റിയോട് നേരത്തെ, ക്ഷേത്ര കമ്മിറ്റിക്കാരോട് നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ നാരങ്ങയും നെയ്യോ നല്ലെണ്ണയോ ഒക്കെ കൊണ്ടുപോയി, തിരിയൊക്കെ കൊണ്ടുപോയി, പാത്രം കൊണ്ടുപോയി അതിനകത്ത് കത്തിച്ച് വെക്കാം. എന്നിട്ട് എന്തെങ്കിലും വഴിപാടുകൾ പോറ്റിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞായറാഴ്ച ദിവസമാണ് അടുത്തത് വരുന്നത്. ഞായറാഴ്ച എന്ന് വെച്ചാൽ വൈകുന്നേരം 4:30 മുതൽ 6 മണി വരെയാണ് രാഹു നിൽക്കുന്ന സമയം. ആ സമയത്തിനും ക്ഷേത്ര നടകൾ തുറന്നിരിക്കും. ഈ സമയത്തിനും ഇത് ചെയ്യാം. അങ്ങനെ ആഴ്ചയിൽ 2 ദിവസം നമുക്ക് ഇങ്ങനെയുള്ള ചടങ്ങുകൾ ചെയ്യാം. ഇത് 7, 9, 11 ദിവസം ഇങ്ങനെയുള്ള ചടങ്ങുകൾ ചെയ്യാം. എല്ലാ ദിവസവും 7 നാരങ്ങ വിളക്ക് വീതം കത്തിക്കുക. അപ്പൊ ഈ നാരങ്ങ ദീപം കത്തിക്കുന്നതിനോടൊപ്പം നാഗർക്ക് മഞ്ഞപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ, കാര്യം 100 പാലും ഒന്നും ആ ദിവസങ്ങൾ കൊടുക്കില്ല. അപ്പം നമുക്ക് നാഗർക്ക് മഞ്ഞപ്പൊടി വാങ്ങിച്ചു വെക്കാം, മഞ്ഞപ്പട്ട് വാങ്ങിച്ചു വെക്കാം, മഞ്ഞഹാരം, പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് നമുക്ക് നടക്കി സങ്കല്പിച്ച് വെച്ചിട്ട് ഇതും കൂടി നമുക്ക് ചെയ്യാം. പിന്നെ പോറ്റി വന്ന് അർച്ചന ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന അവരുടെ നാളെ പേരും പറഞ്ഞ് നാഗർക്ക് അർച്ചനയും നമുക്ക് നടത്തിക്കാം. അപ്പൊ ഇത് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ, ഇപ്പം പലരും വിളിച്ച് ഇത് പറയുമ്പോൾ വലിയ ക്ഷേത്രങ്ങളിൽ പോകാൻ ശ്രമിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീടിന് തൊട്ടടുത്ത് രാവിലെയോ വൈകിട്ടോ നട തുറക്കുന്ന ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്താൽ മതി. കിലോമീറ്ററുള്ള ദൂരമൊന്നും ഓടിപ്പോയി വലിയ പേരും പെരുമയുള്ള ക്ഷേത്രത്തിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ചെയ്താലും നിങ്ങളുടെ വീടിനടുത്ത് ചെയ്യും പോലെ എന്തായാലും ഫലം ദൂരെ പോയി ചെയ്താൽ കിട്ടില്ല. നിങ്ങൾ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ദേശദേവതയാണ്. ആ ദേശത്തിലുള്ള ആ ക്ഷേത്രങ്ങളിൽ പോയി ഇതുപോലുള്ള വഴിപാടുകൾ ചെയ്യുക. അപ്പൊ രാഹു നിൽക്കുന്നത് തിങ്കളാഴ്ചയും ഞായറാഴ്ചയുമാണ്. തിങ്കളാഴ്ച ആണെങ്കിൽ രാവിലെ 7:30 മുതൽ 9 മണി വരെയും, ഞായറാഴ്ച ആണെങ്കിൽ വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയും രാഹു നിൽക്കുന്ന സമയമാണ്. ഈ സമയങ്ങളിൽ ഇതുപോലുള്ള ഈ പറഞ്ഞ ചടങ്ങുകൾ ചെയ്യാൻ പറ്റും. പിന്നെ ആയില്യം നാള്, അത് രാഹു നിൽക്കുന്നതെന്ന് നോക്കണ്ട, ആയില്യം നാളാണ്. ആ ദിവസങ്ങളിൽ ആയില്യ പൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഇത് ആയില്യ പൂജയെല്ലാം കഴിഞ്ഞിട്ട് ദീപാരാധനയ്ക്ക് തൊട്ടു മുമ്പ് ഇത് കണക്ക് നാരങ്ങ വിളക്ക് നമ്മൾ കത്തിച്ചു കൊടുത്താലും അത് ഒഴിഞ്ഞ് അതിൻ്റെ മുന്നിൽ വെക്കുന്ന ചടങ്ങുകൾ മിക്ക ക്ഷേത്രങ്ങളിലും നടക്കുന്നുണ്ട്. അത് നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. അപ്പൊ ഈ രാഹുർ ദിശയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കുള്ള സർപ്പദോഷമോ നാഗശാപമോ ഒക്കെ ഉള്ള കുടുംബത്തിൽ പിറന്ന കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ, വലിയ വലിയ തടസ്സങ്ങൾ വരുമ്പോൾ ആദ്യം നിങ്ങൾ ഇത് തന്നെ ചെയ്തു നോക്കുക. ഇങ്ങനെ ചെയ്താൽ ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്ക് അത് മാറിക്കിട്ടുകയും ജീവിതത്തിൽ വളരെ സന്തോഷകരമായിട്ട് വിജയകരമായിട്ട് മുന്നോട്ട് പോകുവാനും സാധിക്കും. ഒരു പരിധിയെല്ലാം കഴിഞ്ഞു പോയാൽ പിന്നെ ഇതൊന്നും കൊണ്ട് ഗുണമില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് രാഹുർ ദശ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഇത് ചെയ്തു തുടങ്ങുക. ഇതൊരു 3 മാസമൊക്കെ, അതായത് ഞാൻ ഈ പറഞ്ഞ കണക്കും ആദ്യം 7, 9, 11 ദിവസമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മാസത്തിൽ 1 ദിവസമോ 2, 3 മാസം കൂടുമ്പോൾ 1 ദിവസമോ പോയി നമ്മൾ അവിടെ ചെയ്താൽ മതി. കാര്യം രാഹുർ ദശ ഒരുപാട് നാളുണ്ട്, അങ്ങനെ ചെയ്താൽ മതി. അതുപോലെ സർപ്പദോഷം ഉള്ളവർക്കും നിരന്തരമായിട്ട് ഇത് ചെയ്താൽ മതി. ആദ്യം 7 എണ്ണം ചെയ്തതിന് ശേഷം പിന്നെ 2-3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത 7 ദിവസം, അങ്ങനെ ഈ സർപ്പദോഷവും നാഗശാപവും ഉള്ളവർക്ക് ചെയ്യുമ്പോൾ ഇത് തുടർച്ചയായിട്ട് 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാനുള്ളൊരു സംവിധാനം നോക്കണം. അപ്പൊ ഈ ദോഷം ഉള്ളവർ തന്നെ പോയി ചെയ്യണമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അങ്ങനെ പോയി ചെന്നത് ഏറ്റവും ഉത്തമമാണ്. നമുക്ക് മറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് നമ്മുടെ നാളും പേരും പറഞ്ഞിട്ട് പോയി ചെയ്യാം. എങ്കിലും നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ തന്നെ നേരിട്ട് പോയി ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടി നമുക്ക് ഫലപ്രാപ്തി കിട്ടും എന്ന് വിചാരിച്ചിട്ട് മുടക്കരുത്. 7 എണ്ണം ചെയ്യുക. ഇടയ്ക്ക് നമുക്ക് പോയി ചെയ്യാം, ഇല്ലെങ്കിൽ മറ്റു വീട്ടുകാരെ ഏൽപ്പിച്ച് ഇത് ചെയ്യാം എന്നുള്ളതാണ്. ഏറ്റവും രാഹുർ ദശ പിടിച്ചവർക്കും സർപ്പദോഷം നാഗശാപം ഉള്ളവർക്കും വളരെ ഫലപ്രദമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന, വളരെ ലളിതമായിട്ട് നമുക്ക് തന്നെ നേരിട്ട് പോയി ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാര മാർഗമാണ്. ഞാൻ ഈ പറഞ്ഞ ഈ പരിഹാര കർമ്മം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകും. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ വീടിനോ ഭൂമിക്കോ ഭൂമിദോഷമോ വാസ്തുദോഷമോ അതുപോലെ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ബാധാദോഷങ്ങൾ, മറ്റെന്തെങ്കിലും ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അത് നേരിട്ട് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത്. അത് ഇനി ഏത് ജില്ലയിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായും മാറ്റി തരികയും ചെയ്യാം. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക.
ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.